മനുഷ്യ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഗതാഗത മന്ത്രി സി പി ജോണാണ്. അപ്പോൾ അങ്ങനെ ഒരു സി പി ജോണിന് അല്ലെങ്കിൽ സി പി ജോണിന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന് എന്തു പറ്റി എന്ന നിലയിൽ ഈ വിഷയത്തെ പരിമിതപ്പെടുത്തി കാണുന്നതിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? കാരണം ഇതൊരു സമീപനത്തിൻ്റെയും അന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചു എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ചെയ്തു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ സർക്കാരിന് തന്നെ ബോറടിച്ചു തുടങ്ങിയിരിക്കുന്നു. വരാൻ പോകുന്ന ഭവിഷ്യത്തോർത്തിട്ടുള്ള ആശങ്ക വേറെ. അതേ തുടർന്ന് ഉള്ളിലുള്ളത് അറിഞ്ഞും അറിയാതെയും പുറത്തു വരുന്നത് കൂടിയാകാം. പക്ഷേ ഇത് ഒറ്റപ്പെട്ടതാണോ? ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സി പി ജോണിനെ കുറിച്ച് ചർച്ച ചെയ്യാനിരുന്നാൽ അത് നേരെ വി ഡി സതീശനിലേക്കും. വി ഡി സതീശൻ പൊന്നാനിയിൽ പോയതും കോഴിക്കോട്ട് പോയതും അവിടെ നിന്ന് കൊച്ചിയിൽ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വന്നതും നാട് മുഴുവൻ വലിയ കെടുതി വിതച്ച് മഴ പെയ്യുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതാ ഇങ്ങനെ സഞ്ചരിച്ചതും അപ്പോൾ ഇതുമായിട്ടൊക്കെ താരതമ്യം ചെയ്യേണ്ടതായി വരുന്ന സാഹചര്യവും ഒക്കെ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്കുണ്ടാകുന്നു. അപ്പോൾ സി പി ജോണിൻ്റേതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നോ, ഒരു നാവുപിഴയായി കാണുന്നു, അതോ ഈ സർക്കാരിൻ്റെ തന്നെ ഒരു പൊതുശീലമായി, അത് മുഖ്യമന്ത്രിയിലായാലും മന്ത്രിമാരിലായാലും ഒക്കെയുള്ളൊരു പൊതുശീലമായി, ഒരു പൊതുരീതിയായി ഈ പ്രശ്നങ്ങളെ കാണേണ്ടതുണ്ടോ? മനുഷ്യ എങ്ങനെയാണ് എന്താണ് പറയുക? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണേണ്ടി വരും. ഇതൊരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 72 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽ സർക്കാർ ഈ നാട്ടിലെ സ്ത്രീകളോട് കാണിക്കുന്ന നിലപാടുകളുണ്ട്. ആ നിലപാടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, സ്ത്രീകൾക്ക് ഇപ്പോൾ ഇവർ ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പദ്ധതി, പ്രിയദർശിനി പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഒരു തരത്തിലുള്ള മാനദണ്ഡവും ഇതിനുമേൽ വയ്ക്കുന്നില്ല എന്നാണ്. അതായത് പ്രായത്തിൻ്റെ മാനദണ്ഡങ്ങളില്ല, സാമ്പത്തികമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും വെക്കുന്നില്ല എന്നാണ്. എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകനായി പങ്കെടുക്കുന്ന പാനലിസ്റ്റ് അദ്ദേഹം സൂചിപ്പിച്ചു, ഇത് തീരെ താഴേക്കിടയിലുള്ള സ്ത്രീകളെ ഉദ്ദേശിച്ചാവാം അങ്ങനെ പറഞ്ഞത് എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് പത്രിക മുന്നോട്ട് വെക്കുമ്പോൾ അവർ അക്കാര്യം സൂചിപ്പിക്കാൻ മറന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സർക്കാരിൻ്റെ നിലപാടാണ്. ഈ സർക്കാരിൻ്റെ നിലപാട് എന്ന് പറയുന്നത് മനുഷ്യരുടെ, സാധാരണക്കാരുടെ, സ്ത്രീകളുടെ, തൊഴിലാളികളുടെ, കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ഒക്കെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം ഈ നിലപാടുകളൊന്നും ഞങ്ങൾക്ക് പാലിക്കേണ്ടതില്ല എന്നൊരു സമീപനം. അത് പ്രേംകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ അതൊരു രാഷ്ട്രീയ മര്യാദയല്ല, അതൊരു എത്തിക്സ് അല്ല, അതൊരു ധാർമ്മികതയല്ല. അത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രസ്തുത മന്ത്രി മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എല്ലാ വിഷയങ്ങളിലും കേരളത്തിനകത്ത് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളിൽ നിന്ന് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ത്രീകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന 1000 രൂപയുടെ പെൻഷൻ ഇത്തരം മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്ത മനുഷ്യരാണെങ്കിൽ എന്തുകൊണ്ടാണ് മഞ്ഞക്കാർഡും പിങ്ക് കാർഡും ഹോൾഡ് ചെയ്യുന്ന സ്ത്രീകൾ ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ കട്ട് ചെയ്ത് കളഞ്ഞത്? അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഒരു പൊതു നിലപാടാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുകയും പ്രിയദർശിനി പോലുള്ള പദ്ധതികൾ സ്ത്രീകളുടെ അഭിമാന പദ്ധതിയാണെന്ന് പറയുകയും അത് അവരുടെ ഔദാര്യമല്ല എന്ന് പറയുകയും, എന്നാൽ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അത് നിങ്ങളുടെ ഔദാര്യമാണ്, ഇത് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന എന്തോ ഒരു ഔദാര്യമാണ്, ഇത് നിങ്ങളുടെ അവകാശമൊന്നുമല്ല എന്ന് പ്രവൃത്തിയിലൂടെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, അത് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഉൾപ്പെടെ, സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന പെൻഷനിൽ ഉൾപ്പെടെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. നോക്കൂ, ഈ മന്ത്രി ഇപ്പം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഒന്ന്, മന്ത്രി പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലെ രാഷ്ട്രീയവും അവർ മുന്നോട്ട് വെക്കുന്നത് അവരൊരു പുരുഷാധിപത്യ ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ത്രീകളെക്കുറിച്ച് ഒരു പരാമർശം നടത്തി. ഞങ്ങൾ ഡിവൈഎഫ് അടക്കമുള്ള വർഗബഹുജന സംഘടനകൾ അതിൽ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? അത് സ്ത്രീകൾ പൊതു സമൂഹത്തിൽ വലിയ പദവികളിലേക്കൊന്നും വരേണ്ടവരല്ല എന്നും സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ് അടുക്കളകൾ എന്നുമാണ് അദ്ദേഹം വളരെ സരസമായി, വളരെ രസകരമായി പറഞ്ഞു വെച്ചത്. അതിൽ ഒളിഞ്ഞിരുന്ന രാഷ്ട്രീയം ഞങ്ങളതിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ആ വിഷയത്തിലുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉള്ള നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനും ഈ ഭരണകൂടം നയിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർക്കും ഉള്ളത് എന്ന് അസന്നിഗ്ധമായി പറയാൻ നമ്മൾക്ക് കഴിയണം. കാരണം എന്താണ്, ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ നിലപാടുകൾ പലതും, മുഖ്യമന്ത്രിയുടെ പല നിലപാടുകളും ഒരു പാട്രിയാർക്കലായ ലോകത്തു നിന്നുമാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് പറയുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് പല വിഷയങ്ങളിലുമുള്ള ഔചിത്യക്കുറവ് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് ഈ യാത്രകളെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. നോക്കൂ, കേരളത്തിൽ മനുഷ്യർ ഇപ്പോൾ പ്രളയക്കെടുതിയിൽപ്പെട്ടിട്ട് അവർ ഇതുവരെ സ്വരുക്കൂട്ടിയതെല്ലാം കയ്യിൽ കൂട്ടിപ്പിടിച്ച്
എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ കഷ്ടപ്പെടുന്ന കാഴ്ചകളാണ്. അവരെങ്ങനെയെങ്കിലും രാത്രികളിൽ തള്ളി നീക്കാൻ പെടാപ്പാട് പെടുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിൽ നല്ല മന്തി കിട്ടുന്ന ഇടങ്ങൾ നോക്കി നടക്കുന്ന ദാരുണമായൊരു കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? ഇതേ ഔചിത്യക്കുറവുള്ള ആൾ തന്നെയാണ് ഈ മന്ത്രി എന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും. ഇവിടെ പല ആളുകളും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു മന്ത്രി അങ്ങനെയുള്ള ഒരാളല്ല, അദ്ദേഹം കൃത്യമായ നിലപാടുകളുള്ള ആളാണ്, അദ്ദേഹം ശ്രദ്ധിച്ച് സംസാരിക്കുന്ന ആളാണ്. ഇത് അദ്ദേഹത്തിന്റെ നാക്കിവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇത് കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്, അത് ഈ സർക്കാരിന്റെ രാഷ്ട്രീയം കൂടിയാണ് നമുക്ക് പറയുന്നതോടൊപ്പം തന്നെ ഈ മന്ത്രിക്കും ചില കാര്യങ്ങളിൽ ഔചിത്യക്കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ പാലക്കാട് ഒരു അപകടം നടന്നു. നെന്മാറയിലാണ് അപകടം നടന്നത്. ആ അപകടം എന്ന് പറഞ്ഞാൽ KSRTC ബസ് ഒരു മരത്തിലിടിച്ച് ഒരാൾ മരിക്കുകയും 40ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ്. അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് മുൻപിൽ പോയി ചോദിച്ചത് ഈ പ്രദേശം അങ്ങ് സന്ദർശിക്കുന്നില്ലേ എന്നാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പല ആളുകളും, അത് മനുഷ്യരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു വിഷയമായതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പലരും ആ പ്രദേശം സന്ദർശിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഞാൻ എന്തിനാണ് KSRTC ബസ് മരത്തിൽ ഇടിച്ചു കിടക്കുന്നത് കാണുന്നത് എന്നാണ്. അപ്പോൾ ആ വകുപ്പിന്റെ ചുമതലയുള്ളൊരു മന്ത്രിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിൽ തെല്ലും അത്ഭുതം തോന്നുന്നില്ല. നോക്കൂ, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് എന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകൾ അവരുടെ കൂടി വോട്ട് വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചു കയറിയത്. ആ സ്ത്രീകൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന അവകാശമാണ് എന്ന് പറയുമ്പോഴാണ് ആ സ്ത്രീകളുടെ മുഖത്ത് നോക്കി ഇത് അവകാശമല്ല എന്നും ഇത് നിങ്ങൾക്ക് നൽകുന്ന ഔദാര്യമാണ് എന്നും മാത്രമല്ല അവരെ അധിക്ഷേപിക്കുന്ന സ്ഥിതിയിലേക്ക് ഒരു മന്ത്രി മാറുന്നത് എന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊരിക്കലും ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു സർക്കാരിന്റെ നിലപാടാണ്. ഈ സർക്കാർ ഒരു പുരുഷാധിപത്യ ലോകത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ സർക്കാർ ഔചിത്യക്കുറവ് പലയിടങ്ങളിലും കാണിക്കുന്നുണ്ട്. അതിന് ഉത്തമമായ ഉദാഹരണമാണ് സ്ത്രീകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ വെട്ടിക്കുറച്ചത് ഉൾപ്പെടെ. മനീഷ് അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഏതൊക്കെ തരത്തിലാണ് ഈ സർക്കാരിൻ്റെ സമീപനങ്ങൾ സ്ത്രീവിരുദ്ധവും ജനവിരുദ്ധവുമാകുന്നത് എന്നതാണ് ഈ ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ മനീഷ പറഞ്ഞു വെച്ചത്.